ചന്ദനം കൂടെ തൊട്ടോണ്ട് പോകും. ചന്ദന തൊട്ട കൊള്ളട്ടെ. ഉടുപ്പില്ലാത്ത ഞാനൊന്നും. ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുവാണേ. അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബാക്കാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് തരാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ സ്ഥിരം കാണുന്നവരോട് പറയണ്ടല്ലോ അല്ലേ, എല്ലാവരും കമൻറ്റും ഹൈപ്പൊക്കെ തന്ന് സഹായിക്കണം കേട്ടോ. അപ്പം ഇന്ന് എന്നത്തെ പോലെ തന്നെ രാവിലെ ഭയങ്കര എനർജറ്റിക്കായിട്ട് ഞാൻ എഴുന്നേറ്റെങ്കിലും നല്ല വയറുവേദനയും പുറം വേദനയൊക്കെ ആയതുകൊണ്ട് ചുരുണ്ടുകൂടി ഇത്രയും നേരം കിടക്കുമായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 7 മണി 7:30 ആകുമ്പോൾ എൻ്റെ ജോലിയെല്ലാം കഴിയുന്നതാണ്. ഇന്നൊന്നും കഴിഞ്ഞിട്ടില്ല. അറിയാമല്ലോ, എല്ലാ മാസവും സ്ത്രീകൾക്കുണ്ടാകുന്ന അതേ പെയിൻ തന്നെ, പീരിയഡ്സ്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ ഒരു ചായ ഇട്ട് കുടിച്ചപ്പോഴത്തേക്കും ഒന്ന് തല നേരെ നിന്നെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇന്ന് മക്കൾ സ്കൂളിൽ പോകേണ്ട ദിവസം ആയതുകൊണ്ട് ഒട്ടും മടി കാണിക്കാതെ വേദനയെല്ലാം മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ അമ്മമാരങ്ങനെയാണല്ലോ, മക്കൾക്ക് വേണ്ടി എല്ലാ വേദനയും മാറ്റി വെക്കും അല്ലേ. ഞാൻ വേഗം തന്നെ അങ്ങ് അടുക്കളയിലോട്ട് കയറി കേട്ടോ. കുറേ നേരമായിട്ട്, അത് വെളുപ്പിനെ പിടിപ്പിച്ച തീയാണേ. വെളിയിൽ വെള്ളം നല്ല രീതിയിൽ ചോറിനുള്ള തിളച്ചു മറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ അരി അങ്ങിട്ടിട്ട് ബാക്കി ജോലി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ട് കേട്ടോ. നമ്മുടെ ഗ്യാസ് ഇല്ലാത്തതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം ഒത്തിരി പേര്, പ്രത്യേകിച്ച് തൃശ്ശൂരുള്ള സുലുത്തായും തിരുവനന്തപുരത്തുള്ള സീനാത്തയൊക്കെ എല്ലാ ദിവസവും ഷോർട്സ് ഒന്ന് ചോദിക്കും, അച്ചു ഗ്യാസ് കിട്ടിയില്ലേ. അപ്പോൾ അവരോടും എല്ലാവരോടുമാണ് ഗ്യാസ് ഇന്നലെ കിട്ടിയ കേട്ടോ. ആ സന്തോഷത്തിലാണ് സത്യത്തിൽ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റത്. ഇന്നെങ്കിലും തിരക്കില്ലാതെ സമാധാനത്തെ ജോലി ചെയ്യാമല്ലോ എന്ന്. അപ്പം അതേ വയറുവേദന എന്നെ പിടികൂടിയിട്ടുണ്ടേ. അപ്പം അരി ഇട്ടിട്ട് വന്നിട്ട് ഞാൻ വേഗം തന്നെ കടല അടുപ്പത്തോട്ട് വെച്ചിട്ട് ചപ്പാത്തിക്ക് മാവ് അയച്ച് വെച്ച് അതവിടെ ഇരിക്കട്ടെ, വേഗം തന്നെ ഒരു ചെമ്മീൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഇതുപോലെ കുറച്ച് ചെമ്മീൻ ഇരുന്നത് ഒരു തല്ലിക്കൂട്ട് കറി പോലെ കിഴങ്ങും തക്കാളിയും എല്ലാം ഇട്ട് കറി വെച്ച് സ്കൂളിൽ കൊടുത്തു വിട്ടപ്പോഴത്തേക്കും 2 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ചോറ് കഴിക്കാൻ ആ ഒരു ഐറ്റം മതിയായിരുന്നു. അപ്പം ഇന്നും അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്, അതിങ്ങനെ തന്നെ വെച്ച് കൊടുക്കണേന്ന്, ടേസ്റ്റ് മാറരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ വേഗം തന്നെ എല്ലാം കൂടെ കടുക് താളിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കിഴങ്ങും എല്ലാം കൂടി ഇട്ട് ചെമ്മീൻ ഉൾപ്പെടെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും കൂടി ഇട്ടോട്ട് നല്ലോണം ഇളക്കി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കുഞ്ഞു തീയിൽ അവിടെ ഇരുന്നങ്ങ് വെന്ത് കിട്ടുമ്പോൾ നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണേ. അപ്പം അതങ്ങോട്ടാക്കി. അപ്പോൾ ഇന്നലത്തെ കുറച്ച് മോരും ഉണ്ട്, അച്ചാറും ഉണ്ട്. അപ്പം ഇന്നത്തെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഇത് തന്നെയാണ്, അവർക്ക് കൊണ്ടുപോകാൻ അത് തന്നെ കേട്ടോ. രാവിലെ ചെറുതായിട്ടൊന്ന് മഴ പൊടിച്ചെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ അങ്ങനെ വലിയ പരിസരക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഞാനൊരു ബോറടിച്ചിരിപ്പാണ്. തിരിയുടെ പണി ഇല്ലാത്തത് കൊണ്ട്. തിരിയുടെ പണി ഉണ്ടെങ്കിൽ അറിയത്തില്ല കേട്ടോ, പീരിയഡ്സ് സമയത്ത് തിരി കെട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് മുഴുവൻ ഈ ബോറടി ഇരിപ്പൊക്കെ ആയിരിക്കും. എൻ്റെ മുഖം കണ്ടാൽ അറിയാം കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നല്ല പുറം വേദനയുണ്ട്, വയറുവേദനയുണ്ട്. എങ്ങനെയെങ്കിലും ഇവരെ സ്കൂളിലോട്ട് വിട്ടിട്ട് എവിടെയെങ്കിലും ഒന്ന് മാറി കിടന്നാൽ മതി കേട്ടോ. അത്രയും സഹിച്ച് നിന്നിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറേ കൂടെ ഒക്കെ വീഡിയോ എടുത്ത് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ചാണ് രാവിലെ എഴുന്നേറ്റത്. പിന്നെ എൻ്റെ റൊട്ടീനിൽ ഇന്നൊരു വീഡിയോ ഇടണമെന്ന് കരുതിയിട്ട് എഴുന്നേറ്റത് കൊണ്ട് ഞാൻ അങ്ങ് വയ്യാഞ്ഞിട്ടും അങ്ങ് വീഡിയോ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് മാറ്റി വെച്ചേനെ. ഇന്ന് സത്യം പറഞ്ഞാൽ ചപ്പാത്തി പരത്തിയിട്ട് ഇന്ത്യയാണോ കേരളമാണോ ഒന്നും അറിയാൻ വയ്യ, ഇങ്ങനെയൊക്കെയോ പോകുന്നത്. അത്രയ്ക്കും ഓക്കെ അല്ല കേട്ടോ ഞാൻ. മറ്റേ നല്ല റൗണ്ടിലൊക്കെ ചപ്പാത്തി പരത്തെടുക്കുന്ന എനിക്കിന്ന് പറ്റുന്നതേ ഇല്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ കേശുടൻ പറഞ്ഞ അമ്മയെ 2 പൂരി, ഞാൻ അവനെയും ചീത്ത വിളിച്ച് അവനെ കൊണ്ട് ചപ്പാത്തി കുത്തി തീറ്റിക്കുക കേട്ടോ. അവൻ പൂരിയുടെ ആളാണേ. അപ്പം ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ചപ്പാത്തി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ചെമ്മീൻ കറി സെറ്റായി കേട്ടോ. അന്നേരത്തേക്കും വെളിയിൽ അരി ദേ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാനങ്ങ് അരി ഊറ്റിയിട്ടുണ്ടേ. ഇവിടെ കുറച്ച് അരി അടയ്ക്കാനായിട്ടൊക്കെ പാടാണ്. പിന്നെ ദേ വലിയൊരു അണ്ടാവ് കഴിഞ്ഞിട്ട് കുടിവെള്ളം അങ്ങ് വെക്കുക കേട്ടോ. ഇപ്പം സ്കൂളിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് കർശന നിയന്ത്രണം പറയുന്നുണ്ട്, കുടിവെള്ളമേ കൊടുത്തു വിടാവുള്ളൂ. അല്ലെങ്കിലും പൊതുവെ ഇവിടെ വലിയ അണ്ടാവിൽ ഇതുപോലെ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് ചായ ഫ്ലാസ്ക് ഉണ്ടല്ലോ, ചായ ഫ്ലാസ്കിൽ ഒഴിച്ചങ്ങ് വെച്ചേക്കുവേ. ഒരു വൈകുന്നേരം വരെയൊക്കെ ചൂട് പോകാതെ അതിൻ്റെ അകത്തിരിക്കും. പിന്നെ അങ്ങ് തണുക്കും. എങ്കിലും അവിടെ അങ്ങ് ഇരുന്നോളും. ഈ ചായ ഫ്ലാസ്ക് കാണുമ്പോൾ ഇവരും ഇടയ്ക്കിടയ്ക്ക് വെള്ളം അങ്ങ് എടുത്ത് കുടിച്ചോളും. അപ്പോൾ അതിന് വേണ്ടി വെള്ളം വെളിയിൽ വെച്ചിട്ട് നേരെ വന്ന് ചോറങ്ങ് എടുക്കുക കേട്ടോ. ചൂടോടുകൂടി തന്നെയാണേ. സ്റ്റീൽ ഡപ്പ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ചെമ്മീൻ കറി ചോറിൻ്റെ പുറത്ത് എന്താ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അപ്പം മിച്ചം കൊണ്ടുവരത്തില്ല. ഇല്ലെങ്കിൽ തക്കാളി ഉള്ളിയെല്ലാം മാറ്റി വെക്കും. ഇതാകുമ്പോൾ ചോറുമായിട്ട് കുഴഞ്ഞിരിക്കുമല്ലോ. പിന്നെ അച്ചാറും കൂടെ വെച്ചിട്ട്
കുറച്ച് മോരും കൂടെ അങ്ങ് ടിന്നിലെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കേശുടനോട് പ്രത്യേകം ഇങ്ങനെ പറയണം എല്ലാം കൂടെ കുഴച്ച് കൂട്ടി കഴിക്കണേന്ന്. അവന് മൊത്തത്തിൽ ആഹാരം കഴിക്കാൻ ഇച്ചിരി മടിയാണ്. അവന് ഇഷ്ടപ്പെടുന്ന കുറച്ച് കറികളുണ്ടെങ്കിൽ മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ. അവനല്ലെങ്കിൽ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് മോരൊക്കെ തിരിച്ചു കൊണ്ടുവരും. അവന് ഈ മോര് കറിയെക്കാട്ടി ഇഷ്ടം പച്ചമോരായിട്ടാണ്. അപ്പം രണ്ടുപേരും അങ്ങ് സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുവാണ്. അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇച്ചിരി നേരമെങ്കിലും ഇതേപോലെ TV കണ്ടില്ലെങ്കിൽ അവരൊരു സമാധാനക്കേടാ, പ്രത്യേകിച്ച് ഫുട്ബോളോ ക്രിക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അവർക്കതെല്ലാം എടുത്തു കൊടുത്തിട്ട് നേരെ വന്ന് അടുക്കളയൊക്കെ തുടച്ചിട്ട് കേട്ടോ. എത്ര വേങ്കിലും നമ്മൾ അമ്മമാർക്കൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് കിടന്നാലല്ലേ സമാധാനം കിട്ടത്തുള്ളൂ. അഥവാ ഒന്ന് ഓർക്കപ്പുറത്ത് ആരെങ്കിലും വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാലും നീറ്റായിട്ട് കിടക്കുമല്ലോ. അപ്പം ആ ഒരു ചിന്താഗതിയും അതൊരു ശീലം ആയതുകൊണ്ട് തന്നെ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് അടുക്കളയൊക്കെ മൊത്തത്തിലൊന്ന് തുടച്ച് കേട്ടോ. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലാസ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ അവർ തന്നെ എടുത്തുകൊണ്ട് പൊക്കോളും. ഇപ്പം ഇന്ന് രാവിലെ തിളപ്പിക്കുന്നെങ്കിൽ നാളെ രാവിലെ വരെ വെള്ളം കാണും കേട്ടോ. അപ്പോൾ ഇവർ പോയി കഴിയുമ്പോൾ ആ വെച്ച വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നേരെ അങ്ങോട്ട് ഒഴിച്ച് ഫ്ലാസ്കിലാക്കി വെക്കും. അപ്പോൾ ഇത് രണ്ടുപേരും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുക കേട്ടോ. കേശുടന് സ്കൂളിൽ പോകാനൊന്നും മടിയില്ല, പക്ഷെ രാവിലെ ഇറങ്ങുമ്പോൾ ഒരു പുറം വേദനയും ഭയങ്കര ഭാരമാണെന്നൊക്കെ പറയും കേട്ടോ. പോയി കഴിഞ്ഞാൽ ആൾ സൂപ്പറാട്ടോ. അങ്ങനെ രണ്ടുപേരും പോയി കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ കാപ്പി കുടിക്കുവാണേ. എന്നിട്ട് പുതച്ചു മൂടി നല്ല രീതിയിലൊന്ന് കിടന്നുറങ്ങണം. അപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ മാറുമായിരിക്കും. അന്നേരം നമ്മുടെ വെള്ളത്തിൽ പൊടിയും കൂടി ഇട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് വന്നിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ. കൂന പോലെ തുണി കഴുകാനുണ്ടായിരുന്നു, കുറച്ച് വിറകൊക്കെ എടുത്ത് വെയിലത്തിലുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു.